നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷവും പവർ കട്ട് ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ LDFിന്റെ നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമെല്ലാം തള്ളിമറിച്ചിരുന്നു. എന്തുകൊണ്ടാണ് പവർ കട്ട് ഇല്ലാതായത് എന്ന് ചോദിച്ചാൽ ഇതിൽ കാര്യമായ ഉത്തരമൊന്നും സർക്കാരിന് നൽകാനില്ല. പിണറായി വിജയൻ സർക്കാർ പുതിയ വൈദ്യുതോൽപാദന പദ്ധതികൾ കൊണ്ടുവന്നതുകൊണ്ടാണോ? പിണറായി വിജയൻ സർക്കാർ നിലവിലെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളുടെ കപ്പാസിറ്റി കൂട്ടിയതുകൊണ്ടാണോ? സോളാർ പോലെയുള്ള ഇത്തരത്തിലുള്ള മറ്റ് രീതിയിൽ സോളാർ, വിൻഡ് എനർജി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടുതലായി നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയത് കൊണ്ടാണോ, രൂപപ്പെടുത്തിയത് കൊണ്ടാണോ? അതോ ഈ പുതിയ ജലവൈദ്യുത പദ്ധതികൾ നമുക്ക് ഈ 10 വർഷക്കാലത്തിനുള്ളിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണോ? അല്ല. കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്ത സാഹചര്യം ഉണ്ടായത് കേരള സംസ്ഥാനത്തിന് പുറത്ത് ധാരാളം വൈദ്യുതി വാങ്ങാൻ ലഭ്യമായിരുന്നത് കൊണ്ടാണ്. അതായത് കേരളം ഉപയോഗിക്കുന്നതിൻ്റെ മൊത്തം വൈദ്യുതിയുടെ 70% കേരളത്തിന് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. അത് പിണറായി വിജയൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. യാതൊരു മാറ്റവും ഈ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. അതായത് ആവശ്യമുള്ള വൈദ്യുതിയുടെ 30% മാത്രമാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയുള്ളവ മുഴുവൻ 70, 75, 80%-ഓളം ചില കാലഘട്ടങ്ങളിൽ പോകാറുണ്ട്. ഇങ്ങനെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ 70%-ഓളം കേരളം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയാണ്. കേന്ദ്ര ഗ്രിഡിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ഈ ടീം ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് വൈദ്യുതി വിതരണം പിന്നീട് ഈ പിൽക്കാലത്ത് മാറ്റപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന് വൈദ്യുതി വാങ്ങാനും അത് വിൽക്കാനുമൊക്കെയുള്ള, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് നൽകാനുമൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴുണ്ട്. ദീർഘകാല കോൺട്രാക്റ്റുകൾ കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നതുകൊണ്ടാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പവർ കട്ട് ഇല്ലാതെ പോയത്. അല്ലാതെ അത് കേരളം ഭരിക്കുന്ന ഭരണാധികാരിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മിടുക്ക് കൊണ്ടാണ് എന്ന് കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഏറ്റവും ഒടുവിലായി പിണറായി വിജയൻ സർക്കാരിന് പരസ്യമായി തന്നെ അരമണിക്കൂർ ലോഡ് ഷെഡിങ് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇന്ന് സർക്കാർ ആ ലോഡ് ഷെഡിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ലോഡ് മാനേജ്മെന്റ് എന്നും ലൈൻ ഡ്രിപ്പാകുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് തടിതപ്പാൻ നോക്കിയിരുന്നു. പക്ഷേ അരമണിക്കൂർ 15 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ കറണ്ട് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. രാത്രി ദീർഘനേരം വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ നമുക്കറിയാം, ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ഈ ചൂടത്ത് രാത്രി കറണ്ട് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. ജനജീവിതം അത് സ്തംഭിപ്പിച്ചു. ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായി. അതുകൊണ്ട് തന്നെ അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ് നടത്തി ഒളിച്ചു കളയാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് ജനം മുഖത്തു നോക്കി പറയുന്നു. ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ പരസ്യമായി തന്നെ ഇതാ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ, രാത്രി 6 മണി മുതൽ 12 മണി വരെ ലോഡ് ഷെഡിങ് ഉണ്ടാകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. 10 വർഷം പിണറായി വിജയനാണ് ലോഡ് ഷെഡിങ് ഇല്ലാതെ ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയിരുന്നതെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയന് ലോഡ് ഷെഡിങ്ങിൽ നിന്നും ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ പറ്റാത്തത്? നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം 10 വർഷവും ഇവിടെ പവർ കട്ട് ഇല്ലാതിരുന്നെങ്കിൽ അത് കേരളം കൂടുതലായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടല്ല. കേരളത്തിലെ ഊർജ്ജ രംഗത്ത് വലിയ വലിയ വിപ്ലവകരമായ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായതുകൊണ്ടല്ല. കേന്ദ്ര തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ധാരാളം വൈദ്യുതി കേരളത്തിന് നൽകാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ കൊടും ചൂടാണ്. ഈ ചൂട് ഉയരുന്നത് കാരണം വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത്. അതിനോടൊപ്പം ഗ്യാസിന്റെ ദൗർലഭ്യം ഉള്ളതുകൊണ്ട് തന്നെ പാചകത്തിനും മറ്റും വൈദ്യുതി അടുപ്പുകൾ ജനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം മാത്രമല്ല, വൈദ്യുതി കാറുകളുടെയും വൈദ്യുതി സ്കൂട്ടറുകളുടെയും എല്ലാം വലിയ രീതിയിലുള്ള ഉപയോഗം ഇപ്പോൾ കേരളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചിരിക്കുന്നു. അതേസമയം പുറത്തുനിന്ന് വാങ്ങാമെന്ന് വെച്ചാൽ ഈ ഉഷ്ണതരംഗം കേരളത്തിൽ മാത്രമല്ല ഉള്ളത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗം വ്യാപിച്ചു. അവിടെയും ഈ ലോഡ് കൂടി, അവിടെയും വൈദ്യുത ഉപഭോഗം കൂടുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും വൈദ്യുതി പുറത്തു നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതുകൊണ്ട് കേരളത്തിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ കേരളത്തിൽ പവർ കട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നു. സത്യത്തിൽ ഇതിന് എല്ലാവരും ഉത്തരവാദികളാണ്.
ഭരണപക്ഷവും പ്രതിപക്ഷവും പൊതുസമൂഹവും എല്ലാവരും ഉത്തരവാദികളാണ്. അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള ജലവൈദ്യുത പദ്ധതികൾ അത് വീണ്ടെടുക്കണം, അത് പൂർത്തിയാക്കണം എന്ന് പല തവണ ആവശ്യമുണ്ടായി. പക്ഷേ അതിനെ പരിസ്ഥിതിവാദികൾ തടയിടുന്നു. ഈ പരിസ്ഥിതിവാദികൾക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നു, പ്രതിപക്ഷം രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നു, അങ്ങനെ തടയിടുന്നു. ആണവ പദ്ധതികൾ, കുടംകുളം അടക്കമുള്ള ആണവ പദ്ധതികൾ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, കൽപ്പാക്കത്ത് നിന്നുമുള്ള റിയാക്ടറുകൾ കേരളത്തിലേക്ക് തരാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. കേന്ദ്ര സർക്കാർ 100% ഇതിൻ്റെ പദ്ധതി ചെലവ് ഏറ്റെടുക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോഴും കേരളത്തിന് ആണവ പദ്ധതി, ആണവ വൈദ്യുത നിലയം വേണ്ടേ എന്ന നിലയിലുള്ള ഒരു കരച്ചിലായിരുന്നു ഇവിടെ. ഒരു കാരണവശാലും ആണവ വൈദ്യുത നിലയമോ ജലവൈദ്യുത നിലയമോ താപവൈദ്യുത നിലയമോ ഇവിടെ സ്ഥാപിക്കാൻ അനുവദിക്കില്ല. സ്ഥാപിക്കാനായി ആത്മാർത്ഥമായി സർക്കാരുകൾ ശ്രമിക്കുകയുമില്ല. വൈദ്യുത ഉൽപാദനം കൂട്ടാൻ സോളാർ പോലെയുള്ള വിൻഡ് എനർജി പോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുകയുമില്ല. ഒരു കാലത്തും വൈദ്യുത ഉൽപാദന രംഗത്ത് വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സർക്കാർ ഈ അടുത്ത കാലത്തെങ്ങും തയ്യാറായിട്ടില്ല. പക്ഷേ വൈദ്യുതി ഉപഭോഗമാകട്ടെ വർദ്ധിച്ചു വരികയാണ്. സാധാരണ 1-2 ലൈറ്റ് അല്ല, വൈദ്യുത ഉപകരണങ്ങൾ വർദ്ധിക്കുന്നു. വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന അടുപ്പുകളുണ്ട്, വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റുപകരണങ്ങൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ വൈദ്യുതി കൊണ്ടാണ് ഇപ്പോൾ കാറും സ്കൂട്ടറും ബസ്സും എല്ലാം ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതിയുടെ ചെലവ് വർദ്ധിക്കും തോറും സംസ്ഥാനത്ത് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമായിരുന്നു. അതിന് കഴിഞ്ഞ 70 വർഷം ഈ കേരളം ഭരിച്ച ഇടതുമുന്നണിയോ വലതുമുന്നണിയോ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചൂട് കൂടുമ്പോൾ ഇരുന്ന് വിയർക്കുന്നതും വീശുന്നതും. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാത്തതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ പവർ കട്ടിൻ്റെ രൂപത്തിൽ നമ്മെ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂർ പവർ കട്ട് മാത്രമാണ് എങ്കിൽ തീർച്ചയായും വൈദ്യുത അല്ലെങ്കിൽ ഊർജ ഉൽപാദന രംഗത്ത് രാജ്യം മാറുന്നതനുസരിച്ച് സ്മാർട്ട് മീറ്ററുകൾ അടക്കമുള്ള വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളം അതിനു നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഈ മുഖം തിരിച്ചു നിൽക്കുന്ന നയം തുടർന്നാൽ ഈ അരമണിക്കൂർ ലോഡ് ഷെഡിങ് മാത്രമല്ല, ഇപ്പോൾ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കേരളം ഇരുട്ടിലാകുന്ന നിമിഷം അതിവിദൂരമല്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് വിദഗ്ധർ.